കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം 4 മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. ശ്രീകോവിലിനകത്തതാ നെയ്വിളക്കുകളെല്ലാം നല്ല ശോഭയോടുകൂടി കത്തുന്നുണ്ട്. പൊന്നുണ്ണിക്കണ്ണൻ ശ്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കണു. തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും കാണാനും അനുഗ്രഹിക്കാനായിട്ട് കണ്ണൻ കാത്തിരിക്കുകയാണ്. തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും 2 സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെള്ളപ്പട്ട് കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലും താമരയുണ്ട്. പൊന്നിൻ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ 2 തിരുമുടിമാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. അങ്ങനെ ആ പുഞ്ചിരി തൂക്കി നിൽക്കണ ആ ഉണ്ണിക്കണ്ണനെ കണ്ട നേരം നട തുറന്ന സമയത്ത് ക്ഷേത്രത്തിനകത്തുള്ള എല്ലാ ഭക്തന്മാരും കൃഷ്ണനാമം ചൊല്ലി ഉറക്കെ കണ്ണൻ്റെ അടുത്തേക്ക് അതാ ഓടി ഓടി പോകുന്നു. ആ കണ്ണൻ്റെ സോപാനപ്പടിയിൽ നിന്ന് പ്രാർത്ഥിച്ച് തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണു. അദ്ദേഹം കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും അനുഗ്രഹിക്കണു. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് വെള്ളപ്പട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിലോടക്കുഴലും താമരയും പിടിച്ച് നിൽക്കണ ആ സുന്ദര രൂപം, പുഞ്ചിരി തൂകി നിൽക്കണ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്ക് ഒന്നൊരു നിമിഷം കണ്ണടച്ച് ആവാഹിക്കുക, പ്രാർത്ഥിക്കുക, അവിടെ പ്രതിഷ്ഠിക്കുക. ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് താലോലിച്ചൊരു മുത്തം കൊടുത്ത് നമുക്ക് പറയുവാനുള്ള എല്ലാ കാര്യങ്ങളും കണ്ണൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. കണ്ണൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും. കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും. കണ്ണൻ്റെ സാമീപ്യം നമുക്ക് ഏത് സമയത്തും പലപ്പോഴും നമുക്കത് അനുഭവപ്പെടും. ആത്മാർത്ഥമായ ഭക്തി അത് മാത്രമേ വേണ്ടൂ. നമ്മൾ ഒരു പാദം കണ്ണൻ്റെ അടുത്തേക്ക് വെച്ചാൽ കണ്ണൻ 10 പാദം നമ്മുടെ അടുത്തേക്ക് വയ്ക്കും. കണ്ണൻ അത്രയും ഭക്തവത്സലനാണ്. അപ്പോൾ ആ കണ്ണൻ്റെ നാമം ജപിക്കല്ലേ, ഉറക്കെ ജപിക്കല്ലേ നമുക്ക്. നാരായണ 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 ഉറക്കെ എല്ലാവരും ജപിച്ചോളൂ കേട്ടോ. നാരായണ നാരായണ നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവർക്കും എല്ലായ്പ്പോഴും ജപിക്കാവുന്നതാണ്. അത്രയും ശ്രേയസ്കരമായ മന്ത്രമാണ്. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി നമുക്ക് കിട്ടിയ അമൂല്യ മന്ത്രമാണ്. എല്ലാവരും ജപിച്ചോളൂ കേട്ടോ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.